ഇപ്പോഴത്തെ +2 റിസൾട്ട് ഒക്കെ അറിഞ്ഞു കാണുമായിരിക്കും ഇല്ലയോ? അങ്ങനെ വിമലയുടെ മോന് എല്ലാത്തിനും A+ ഉണ്ട്. ആണോ? ഓ, ഇവിടുത്തെ കൊച്ചിന്റെ റിസൾട്ട് അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? നമുക്ക് ചോദിക്കായിരുന്നു. എന്നാ ചോദിക്കാം. മല്ലിക നിൽക്കുന്നു. മല്ലിക, മോളുടെ റിസൾട്ട് അറിഞ്ഞോ? ആഹാ, ഭവാനിജിയോ? ഇല്ലില്ല, മോളുടെ റിസൾട്ട് അറിഞ്ഞില്ല, നോക്കണം. അപ്പുറത്തെ വിമലയുടെ മോന്റെ റിസൾട്ട് അറിഞ്ഞ് എല്ലാത്തിനും A+ ഉണ്ട്. വിമലയുടെ മോനോ? ഫുൾ A+ ഉണ്ടോ? വിമലയുടെ മോന്റെ അറിഞ്ഞല്ലോ. പിന്നെന്താ, കൊച്ചിന്റെ നോക്കിയില്ലയോ? ഇവിടുത്തെ നോക്കിയില്ല. നോക്കിയിട്ട് പറയണേ. പിന്നെ പറയാം. രണ്ടാളോട് എവിടോട്ടാ? ഞങ്ങളെ ഇവിടെ അയൽക്കൂട്ടത്തിന് പോകാൻ പോവാ. ഞങ്ങൾ വിചാരിച്ചെന്ന് അറിഞ്ഞിട്ട് പോകാന്ന്. അറിയുമ്പോൾ പറഞ്ഞേക്കണേ, ഞങ്ങൾ തിരിച്ചു വരുമ്പം കാണാന്ന്. എന്ന് പോയിട്ട് വാ, ഞാൻ പറയാം. ശരി. ദൈവമേ, വിമലയുടെ മോള് ഫുൾ A+ ഉണ്ടോ? ഇവിടെ ഉള്ള എന്ത് ചെയ്യുന്ന പൊന്നി ചേച്ചി, ഈ കൊച്ചിന് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ തോറ്റു പോയി കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും റിസൾട്ട് അറിയാതിരിക്കും, നമ്മളോട് പറയാത്തതായിരിക്കും. മറ്റേ കൊച്ചാണെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന കൊച്ചല്ലയോ, അതെന്തായാലും ഫുൾ A+ എന്തോരം എനിക്കറിയായിരുന്നു കിട്ടും. എന്തുവായാലും നമുക്ക് അയൽക്കൂട്ടത്തിന് പോയിട്ട് വന്നേച്ച് നമ്മളിവിടെ വന്ന് ഒന്നുകൂടെ ഒന്ന് തിരക്കാം. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. ഓരോരുത്തരും ഇരുത്താൻ കണ്ടില്ലയോ? മൊബൈലും കൊണ്ട് കുറച്ചുകൊണ്ടവിടെ ഇരുന്നാ മതിയല്ലോ. എന്തു അമ്മ ഇത്? ഏതൊക്കെയാണ് അമ്മയ്ക്ക്? എന്തോ വട്ടായോ? അമ്മയ്ക്ക് വട്ടാ. നീ അപ്പുറത്ത് വിമലയുടെ മോന്റെ റിസൾട്ട് അറിഞ്ഞു. കൊച്ചിന് ഫുൾ A+ ഉണ്ട്. നീ റിസൾട്ട് നോക്കാതെ മൊബൈലും കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്നോ? റിസൾട്ട് അറിഞ്ഞോ? നോക്കടി, പെട്ടെന്ന് റിസൾട്ട് നോക്കി. നോക്കാം. ഇതുപോലെ ചൂടും വേഗം ഇല്ലാത്തൊരു കൊച്ച്. അതെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി നോക്കിയാലേ നെറ്റ് സ്ലോ ആവും, അപ്പൊ കിട്ടത്തില്ല. എല്ലാവരും നോക്കി പതുക്കെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ നോക്കാം. കിട്ടുന്നില്ലയോ? ഒന്ന് നിക്കമ്മേ, നോക്കട്ടെ. പെട്ടെന്ന് നോക്ക്. കിട്ടിയോ? വന്ന് ജയിച്ചോ? ജയിച്ച്. ഇനി എത്ര A+ ഉണ്ടെന്ന് നോക്കി പറഞ്ഞേ. മൊത്തം B പോസിറ്റീവാ. അതെല്ലാരും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാം. നീ എത്ര A+ ഉണ്ടെന്ന് ആദ്യം പറ. അതാ പറഞ്ഞേ, B പോസിറ്റീവാന്ന്. കൊച്ചെ, കളിക്കാൻ എത്ര A+ ഉണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ അമ്മ A+ അല്ല, B+ ആണ് മൊത്തം. മൊത്തം B+ഓ? ഭഗവാനെ, ഒറ്റ A+ പോലും ഇല്ലേ? എനിക്ക് വയ്യ. ശടാ, എന്തു അമ്മയ്ക്ക്? ഭവാനിയേച്ചി വന്നിട്ടുണ്ട്. ഇപ്പൊ അയൽക്കൂട്ടത്തിന് പോയത് എല്ലാവരുടെ വന്ന് ചോദിച്ചതേ ഉള്ളൂ, മോളുടെ റിസൾട്ട് അറിഞ്ഞോന്ന്. ഞാൻ പറഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ വിട്ടതേ ഉള്ളൂ. തന്നെ എന്നെ വിമലയുടെ മോന്റെ A+ നോക്കി പിടിച്ചോണ്ടാ വന്നത്, ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. എന്നിട്ട് വേണം അവിടെ പോയി കമ്പയർ ചെയ്ത് സംസാരിക്കാൻ. അവരിനി അയൽക്കൂട്ടം കഴിഞ്ഞ് തിരിച്ച് എല്ലാവരുടെ തണ്ണിക്കരി ഇങ്ങോട്ട് വരും മോളുടെ റിസൾട്ട് അറിയാൻ. ഞാൻ എന്തോ പറയും അവരോട്. നാട്ടുകാർ വല്ലതും പറയട്ടെ. അമ്മയ്ക്ക് എന്താ അമ്മേന്? നിനക്ക് ഒരു A+ എങ്കിലും വാങ്ങിക്കാൻ വയ്യായിരുന്നോടി? അമ്മ B+ അത്ര കുറവ് മാർക്കൊന്നും അല്ല. എന്നാ ശരി, അച്ഛനും അമ്മയ്ക്കും +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എന്താ നീ ചോദിച്ചത്? അച്ഛൻ്റെ അമ്മയുടെ +2 റിസൾട്ടോ? ഞങ്ങൾക്ക് കുറവാന്ന് അറിഞ്ഞോണ്ട് മനഃപൂർവ്വം നീ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചല്ലോടി? ഞാൻ കളിയാക്കാൻ വേണ്ടി ചോദിച്ചല്ല. അത്രയും കുറവ് വാങ്ങിച്ച നമ്മുടെ അച്ഛനും ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ നമ്മുടെ സുരേഷങ്ങളുണ്ടല്ലോ, അച്ഛൻ്റെ കൂട്ടുകാരൻ, രണ്ടുപേരും ഇപ്പൊ ഏത് നിലയിലാണ്? അച്ഛൻ എപ്പോഴും പറയുമല്ലോ, അവൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതാണ്, പക്ഷെ ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ തേരാപ്പാര നടക്കുകയാണ്, പട്ടിണിയാണ്, ദുരിതമാണെന്നൊക്കെ.
പക്ഷെ നമ്മുടെ അച്ഛനോ ബിസിനസ് ഒക്കെ ചെയ്ത് നമ്മളെയൊക്കെ എന്ത് പൊന്നുപോലെ നോക്കുന്നത്. അത് ശരിയാ. അതാ പറഞ്ഞത്, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാലും A+ വാങ്ങിച്ചാലും B+ വാങ്ങിച്ചാലും തോറ്റതൊന്നും ഒരു കാര്യമില്ലമ്മേ. ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം, അതാണ് വലുത്. പിന്നെ നമ്മുടെ അച്ഛൻ എവിടെ നിൽക്കുന്നു, അങ്ങനെ എവിടെ നിൽക്കുന്നു? അങ്ങനെയൊക്കെ ഇപ്പോഴും ജോലി കിട്ടിയില്ല മോളെ. അങ്ങനെ ഇങ്ങനെ നേരെ പറഞ്ഞ് നടക്കുന്നു. കഷ്ടമാ, എന്തൊരു കഷ്ടമായിപ്പോയി. റാങ്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാ പറഞ്ഞ, ഞാനും വിജയിക്കും. അതൊക്കെ ശരിയാ. പക്ഷെ അയൽക്കൂട്ടക്കാർ വരുമ്പോ ഞാൻ എന്തോ പറയും? അവര് റിസൾട്ട് അന്വേഷിച്ചായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഞാനപ്പോ എന്തോ പറയും? അമ്മയ്ക്ക് ഇപ്പൊ എന്തോ പ്രശ്നം? റിസൾട്ട് അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരരുത്, അതല്ലേ ഉള്ളൂ. അതിനുള്ള പണിയൊക്കെ എൻ്റെ ഉണ്ട്. എന്തോ ഐഡിയ? അമ്മ നോക്കിക്കോ, ഇവിടെ ആരും റിസൾട്ട് അന്വേഷിച്ച് ഇങ്ങോട്ടാണ് വരത്തില്ല. അതുപോലെ നീ എന്തോ എഴുതുന്നേ? നീ ഇതുകൊണ്ട് എവിടെ പോവാ? ഇവളിത് എവിടെ പോയതാ പേപ്പറും പേനയൊക്കെ ആയിട്ട്? നമുക്ക് ആ റിസൾട്ട് കൂടെ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. മല്ലിക ഒന്ന് കണ്ടേച്ചു വരാതെ. എന്ത് എഴുതി വെച്ചേക്കുന്നേ? എൻ്റെ റിസൾട്ട് അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ഫുൾ A+ ഇല്ല, ഫുൾ B+ ആണ്. അച്ഛന് B+ ഉള്ളു. ഞാൻ അന്നേരേ പറഞ്ഞില്ലയോ, തോറ്റ് കാണും. അതാ അവര് പറയാഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നേല്ലോ. അല്ലല്ല, അവിടെ നിക്ക്. തീർന്നില്ല, ഇനിയുണ്ട് കുറിപ്പ്. ഇതറിഞ്ഞിട്ടും കുറ്റപ്പെടുത്താനും സമാധാനിപ്പിക്കാനും വരണം എന്നുള്ള നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ SSLC+2 റിസൾട്ടിൻ്റെ ഓരോ കോപ്പി കൂടി കൊണ്ടുവരേണ്ടതാണ്. ഒറിജിനൽ നിർബന്ധമില്ല. കൊള്ളാം. അതെ, നമ്മുടെ SSLC ബുക്കിൻ്റെയും +2ൻ്റെയും കോപ്പിയും കൊണ്ടിയല്ല എൻ്റെ റിസൾട്ട് അറിയാം. അത് നല്ല പരിപാടിയായിരുന്നു. നമുക്കൊന്നും പോകണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. റിസൾട്ട് അറിഞ്ഞല്ലോ. നമുക്ക് വിമലയുടെ വീട്ടിലോട്ട് പോവാം. ആ കൊച്ചിന് ഫുൾ A+ ഉണ്ട്. ഈ B+ കിട്ടിയതിൻ്റെ ഒക്കെ നമ്മളെന്തിനാ നോക്കുന്നത്? വാ. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അവരങ്ങ് പോയല്ലോ. നീ എന്തോ ചെയ്തേ? ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ റിസൾട്ട് അന്വേഷിച്ച്? അതാണ് A+ വാങ്ങിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.